ദൈവസഭയിലെ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും അറിയിക്കുന്നു. സുഖിയായി പ്രാർത്ഥനായോഗവുമായി കടന്നിരിക്കുന്ന വന്നിരിക്കുകയാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് അടിയനെ കാഴ്ചയിലേക്കും ഇത്രയും ദൈവദാസന്മാരുടെ പ്രഗത്ഭരായ ദൈവദാസന്മാരുടെ മുമ്പിൽ ഭജനമായി നിൽക്കുമ്പോൾ അവരിൽ നിന്നല്ലേ കേൾക്കേണ്ടത് ഞാൻ അവിടെ നിന്നൊക്കെ ഓർക്കുകയും എന്നാലും കിട്ടിയ അവസരം പാരാട്ടൽ നോക്കിക്കൊണ്ട് ദൈവനാമത്തിൽ അടിയനെ കാഴ്ചയിലേക്കും ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ഒരു ചെയ്യാറ് നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. Amen. Hallelujah. ദൈവത്തോടുള്ള സമത്വം പ്രകടിപ്പിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവരായി ഇവിടെ കർത്താവ് അല്ലെങ്കിൽ വേഷം മാറി വന്ന യേശുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഡബിൾ റോൾ, രണ്ട് റോൾ. ഒന്ന് ദൈവമായിട്ടുന്ന കർത്താവ് മനുഷ്യ രൂപത്തിൽ ഇറങ്ങി വന്നുവെന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. ഡബിൾ റോളുള്ള ദൈവവും അതുപോലെ തന്നെ പല റോളിൽ ആയിരിക്കുന്ന നാമങ്ങളുണ്ട്. പ്രത്യേകിച്ച് മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മൾ പല റോളിൽ അഭിനയിക്കുന്നവരും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് എന്ന് നമുക്ക് നമ്മളെ തന്നെ ചോദ്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ദൈവത്തിന് മനുഷ്യരൂപം എടുക്കേണ്ടി വന്നത്? അപ്പം മനുഷ്യരൂപം എടുക്കേണ്ടി വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആക്ച്വലി മനുഷ്യൻ ദൈവത്തെ പോലെ ആകാൻ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ടാണ് ദൈവത്തിന് മനുഷ്യവേഷം എടുക്കേണ്ടി വന്നത് എന്ന് നമുക്ക് ദൈവത്തിലൂടെ തന്നെ നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ഉൽപ്പത്തി 3:4 ദൈവത്തിലാണ് പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ലെന്ന് ചെയ്യും, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ നിങ്ങളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുന്ന എന്ന് ദൈവം അറിയുന്നുവെന്ന് പാമ്പ് സ്ത്രീയോട് പറയുന്നു. അപ്പൊ ഈ കേട്ട ഓഫറിന് മുന്നിൽ മനുഷ്യനുണ്ട് സ്ത്രീ വീഴുകയും അപ്പൊ ഈ കേട്ട വാക്കിന് പുറകെ അവര് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ദൈവത്തിന് സ്വന്തം നിലവിട്ട് മനുഷ്യരൂപം എടുക്കേണ്ടി വന്നത്. മനുഷ്യരൂപം എടുക്കുക മാത്രമല്ല, ക്രൂശിലെ മരണത്തോളം അല്ലെങ്കിൽ അത്രത്തോളം താൻ അനുസരണമുള്ളവനായി തീരേണ്ടി വന്നത് ഈ മനുഷ്യർ ദൈവത്തെ പോലെ ആവാൻ കിട്ടിയ ഓഫറിന് മുന്നിൽ ഇറങ്ങിപ്പുറപ്പെട്ടതുകൊണ്ടാണ് എന്ന് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. അപ്പം സ്വന്തമായ നിലയെ പറ്റി അല്ലെങ്കിൽ സ്വന്തമായ വ്യക്തിത്വം ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് ആദാമും ഹവ്വയും. അപ്പൊ അവിടെ പക്ഷെ അവരുടെ വ്യക്തിത്വത്തെ കുറിച്ച് മനുഷ്യന് അല്ലെങ്കിൽ അവർക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് അവർ പിശാചിന്റെ വാക്കുകൾക്ക് ഇറങ്ങിത്തിരിച്ചത്. 31:26-27 കാണുന്നു. ഇവരുടെ രൂപം എന്ന് പറയുന്നത് ഇവിടെ 31:26 ആദ്യം 27 നമുക്ക് കാണാൻ സാധിക്കുന്നു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യം അതിന്റെ
തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പം യഥാർത്ഥമായി ദൈവരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തെ പോലെ അല്ലെങ്കിൽ ആയിരുന്ന മനുഷ്യൻ. അപ്പൊ തന്റെ ഐഡന്റിറ്റിയെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആ ഐഡന്റിറ്റിയെ പറ്റി ബോധമില്ലാത്ത സ്ഥിതിയിൽ നിന്നാണ് ഇവർ ഈ പിശാചിന്റെ വാക്കിന് പുറകെ ഇറങ്ങി പുറപ്പെട്ടതും അടിമപ്പെട്ടതും. വിശ്വാസ സമൂഹത്തിലും ഇതേ ഐഡന്റിറ്റി പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ വിശ്വാസ സമൂഹം അല്ലെങ്കിൽ മുദ്രകുത്തിയ നമ്മുടെ ഐഡന്റിറ്റിയും വിലയും നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നുമായിരിക്കുന്നത്. അപ്പോൾ രാജകീയ പുരോഹിത വിശുദ്ധ വംശമായി തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മൾ ആ ക്വാളിറ്റിയിൽ നിന്നും താഴേക്ക് വീണു പോകരുതെന്നാണ് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ രാജകീയ പുരോഹിത വിശുദ്ധ വംശമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഈ ഒരു വലിയ പദവിയിൽ ഇരിക്കുന്ന നമ്മൾ പലപ്പോഴും നമ്മുടെ ആരാധന ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീസസ് ക്രൈസ്റ്റിലെ വേഷം അഭിനയിച്ച ബ്രയാനെ പോലെ ആയിരിക്കുകയും നമ്മൾ അതുപോലെ തന്നെ മറ്റ് പുറത്തേക്കിറങ്ങുമ്പോൾ അല്ലെങ്കിൽ കമ്മിറ്റി മീറ്റിംഗ് ഫുട്ബോൾ നമ്മളെ ഗോലിയാത്തിനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ സഭയും അല്ലെങ്കിൽ സഭാ ചുറ്റുപാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവദാസന്മാരും അല്ലെങ്കിൽ ദൈവജനങ്ങളും വിഭിന്നരല്ല. അപ്പോൾ ദൈവദാസന്മാരെ നാം പലപ്പോഴും മാക്സിമം പ്രബോധിപ്പിക്കുകയും അവരെ പലപ്പോഴും അതിനെ അടിമപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തിരിച്ചും ദൈവദാസന്മാർ പലപ്പോഴും സഭയിലുള്ളവരെ പ്രബോധിപ്പിക്കുകയും അങ്ങനെ അവര് അടിമപ്പെടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വ്യത്യസ്ത സ്വഭാവത്തിൽ ഇരിക്കുന്ന മനുഷ്യരെ നമുക്കിവിടെ സഭയിൽ അതുപോലെ തന്നെ സഭയ്ക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മള് ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നതാണ് നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നാം എന്ത് ധരിച്ചിരിക്കുന്നു അതാണ് പുറത്തുള്ളവർ വീക്ഷിക്കുന്നത്. അപ്പോൾ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർ നമ്മളെ കാണുന്നത് ക്രിസ്തുവിനെ കാണുന്നവരല്ല. എല്ലായെങ്കിലും നാം ഈ വിശ്വാസ ബോധത്തിലേക്ക് വന്നത് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നത് പോലെ ആയിരിക്കും. അപ്പൊ ഇവിടെ വീഴ്ച പറ്റുമ്പോഴാണ് മറ്റുള്ളവർ നമ്മെ അല്ലെങ്കിൽ നമ്മുടെ നേരെ വിരൽ ചൂണ്ടുകയും അങ്ങനെ നാം സമൂഹത്തിൽ ലജ്ജിപ്പാനും അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മുടെ വില കളയുവാനും ഇങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിക്കുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ ലജ്ജിപ്പാൻ ഇടയാകേണ്ടി വരുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൂതന്മാരെക്കാൾ അല്പം മാത്രം തേജസ്സും ബഹുമാനവും അവരെ അണിയിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ദൈവത്തിൽ കാണുന്നത്. അപ്പം തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്ന ഈ മനുഷ്യനാണ് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഈ തേജസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഇതൊക്കെ വലിച്ചെറിഞ്ഞ് സ്വന്തം വിവേകത്തിൽ ഊന്നി ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. നാം ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും നാം ദൂതന്മാരെ വിധിക്കുമെന്ന് ദൈവത്തിലുണ്ട്. ദൂതന്മാരെ മാത്രമല്ല വിശുദ്ധന്മാർ ലോകത്തെയും വിധിക്കുമെന്ന് ദൈവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ രാജകീയ പുരോഹിത വർഗം വിശുദ്ധ വംശമായ നമ്മെ ഓരോരുത്തരും വീണ്ടും ആ ജഡ്ജസിന്റെ വിധിക്കാനുള്ള ആ ജഡ്ജസിന്റെ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നുവെന്ന് നമുക്ക് ദൈവത്തിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ലോകത്തെ വിധിക്കേണ്ടവരായ നാം ഓരോരുത്തരെയും ലോകത്തിന് വേണ്ടി കോടതികൾ കയറുന്നത്. അപ്പൊ ഇന്ന് സഭാ ചുറ്റുപാടുകൾ നമ്മുടെ സഭകളിലൊന്നും അറിയത്തില്ല. മറ്റ് സമുദായ സഭകളൊക്കെയും ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി മാറ്റപ്പെട്ട ദൈവദാസന്മാർ അല്ലെങ്കിൽ ദൈവജനങ്ങൾ അതുപോലെ വിശുദ്ധ ജനങ്ങൾ അല്ലെങ്കിൽ പട്ടക്കാരെല്ലാം ലോകത്തെ വിധിക്കേണ്ടവരെന്ന് ദൈവവചനം പറയുമ്പോൾ അവർ ലോകത്തിന് വേണ്ടി കോടതികൾ കയറിയിറങ്ങുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ഈ വിലയേറിയതും മാന്യരുമായി വിശേഷിക്കപ്പെടുന്ന ആത്മികർ തന്നെയാണ് ഈ വിലയില്ലാത്ത വിഷയങ്ങളിൽ അകപ്പെട്ട് പിന്മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ ശക്തിയെ തിരിച്ച് കളഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മത്തായി 6:24 നാം കാണിക്കുന്നു, ഇങ്ങനെ വായിക്കുന്നു, രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തിനെ കുറിച്ച് മറ്റവനെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കുകയും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയില്ല. ഇത് തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ആവർത്തിക്കുന്നത്. അപ്പം ഇത് ആത്മീയമായ ഒരു തത്വമായി മാത്രം ഈ വചനം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമുക്കിത് രണ്ടും സാധിക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ സാധിക്കുന്നുണ്ട്, മാമോനെ സ്നേഹിക്കുവാനും സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ ചേർത്താണ് കൊണ്ടുപോകുന്നത്. നമുക്ക് ദൈവത്തെ സേവിക്കണം, മാമോനെ സ്നേഹിക്കണം. അപ്പോ ഒരുപക്ഷെ മാമനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും നമ്മളിപ്പോ ഈ രാജ്യത്ത് ആയിരിക്കുന്നത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഞാനും ഈ രാജ്യത്തായിരിക്കുന്നു. അപ്പോൾ മാമോനോടുള്ള സ്നേഹമില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് നേരത്തെ നാട്ടിലേക്ക് കടന്നു പോകാനുള്ള ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഈ മാമോനോടുള്ള സ്നേഹമാണ്. അപ്പൊ ഇത് തത്വമായി മാത്രം വചനത്തിൽ കാണും. നമുക്കിത് പ്രാവർത്തികമാക്കുവാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ കംഫോർട്ട് സോണിൽ ഇരുന്നതുള്ള ആത്മീയ പ്രവർത്തനത്തിനാണ് പലർക്കും അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും താല്പര്യം. അപ്പോൾ നാം തെരുവിൽ പോയി സുവിശേഷം അറിയിക്കുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മുമ്പ് തന്നെ ദാസരൂപം എടുത്ത് മനുഷ്യന്റെ ഇടയിലേക്ക് അവരാണ് ഇറങ്ങിച്ചേരുന്നത്. അപ്പോൾ പലപ്പോഴും നാം അങ്ങനെ ചെയ്യുന്നവരോടൊക്കെ നമുക്ക് വളരെ അല്ലെങ്കിൽ അവർക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ അവരാണ് യഥാർത്ഥമായി മനുഷ്യരുടെ ഇടയിലേക്ക് യഥാർത്ഥമായി ഇറങ്ങിച്ചെന്ന് സുവിശേഷമായി ഇറങ്ങിച്ചെന്ന് അവര് യുദ്ധത്തിന്റെ മുൻനിരയിൽ നിന്നാണ് അവര് നയിക്കുന്നത്, അല്ലെങ്കിൽ അവര് ദൈവത്തിന് വേണ്ടി വചനം സംസാരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നമ്മുടെ ഇടയിൽ നിന്നും പദവികൾ വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ വലിയ സ്ഥാനമാനങ്ങൾ വലിച്ചെറിഞ്ഞ് ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവ വചനത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് കടന്നു പോകുന്ന ഇവിടുന്ന് പലരും, ഇവിടുത്തെ സഭകളിൽ തന്നെ പലരും കടന്നു പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയും ചില ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് അവർക്ക് കൃപ ലഭിക്കുന്നുള്ളത് നമുക്ക് കൃപ ലഭിക്കുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യാക്കോബ് 1:8 നാം ഇങ്ങനെ കാണുന്നു, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളൊക്കെ മസ്തിനാണ്. മനസ്സ് അപ്പൊ ഡബിൾ മൈൻഡഡ് മാൻ ഈസ് അൺസ്റ്റേബിൾ ഇൻ ഓൾ ഹിസ് വേസ്. അപ്പോൾ നാം പലപ്പോഴും ഡബിൾ മൈൻഡഡായി പ്രവർത്തിക്കാറുണ്ട്. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾക്ക് ഡബിൾ മൈൻഡ് അല്ലെങ്കിൽ ഡബിൾ റോളിൽ നമ്മൾ ആകാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കാറുണ്ട്. അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും പലപ്പോഴും സംഘർഷത്തിലാണ്, അപ്പം അല്ലെ സംഘട്ടനത്തിലാണ്. അപ്പം ഇവിടെ ഈ സംഘർഷത്തിൽ ആര് ജയിക്കും? അകത്തെ മനുഷ്യൻ ജയിക്കുമോ അതോ പുറത്തെ മനുഷ്യൻ ജയിക്കുമോ? ഇപ്പോൾ പലപ്പോഴും നാം ദൈവകൽപ്പന വിട്ടുകളഞ്ഞു. അപ്പോൾ മനുഷ്യന്റെ സമ്പ്രദായം പ്രമാണിക്കുക. അപ്പൊ ചില സമയത്ത് നമ്മൾ ദൈവവചനത്തിൽ നിന്നൊക്കെയും അകന്നുപോയി മനുഷ്യരുടെ സമ്പ്രദായത്തിലേക്ക് കടന്നു പോകാറുണ്ട്. യേശു പറയുന്നു, ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് ആകാന്നിരിക്കുന്നു. അപ്പൊ അതരം കൊണ്ടുള്ള ബഹുമാനവും ഹൃദയം കൊണ്ടുള്ള അകൽച്ചയും. അപ്പൊ ഇത് പലപ്പോഴും നമുക്കും അനുഭവമാണ്. അതരം കൊണ്ട് ബഹുമാനവും ഹൃദയം കൊണ്ട് അകൽച്ചയും. ഇത് രണ്ടും യോജിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യതയുള്ളൂ. വചനം പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ
കാണും. ഹൃദയശുദ്ധി എപ്പോഴും നമുക്ക് ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണം. വചനത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയും. ഇപ്പം പല സഭകളും തങ്ങളുടേതായ സമ്പ്രദായം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സമ്പ്രദായം പ്രമാണിക്കുന്നു. അവിടെ വചനത്തിന് പലപ്പോഴും പ്രസക്തിയില്ല. പേര് കേൾക്കുമ്പോഴെല്ലാം പെന്തക്കോസ്ത് എന്നാണ് പുറമേയുള്ളവർ അറിയുന്നത്. എന്നാൽ ഉപദേശത്തിൽ പലപ്പോഴും മായം ചേർത്താണ് പല സഭകളും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന ഉപദേശത്താൽ ദൈവകൽപ്പന ദുർബലപ്പെടുത്തും. അപ്പൊ അവരുടെ ഉപദേശവും നമ്മുടെ ഉപദേശവും എല്ലാം കൂടെ ഈ മിക്സഡായിട്ട് ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ അവിശ്വാസികളുടെ മുന്നിലേക്ക് കിടക്കുകയാണ്. അപ്പൊ അവർക്കും തന്നെ ഈ നമ്മുടെയൊക്കെ ഈ മിക്സഡായിട്ടുള്ള ആരാധനകളാണ്. അപ്പൊ പൊതുവെ അവര് ധരിക്കുന്നതെല്ലാം പെന്തക്കോസ്താണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ അവരുടേതായ ഉപദേശങ്ങൾ പലരും തങ്ങളുടേതായ ഉപദേശങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉപദേശത്തിൽ മായം ചേർക്കുമ്പോൾ അവിടെ ജനങ്ങൾ കൂടുകയാണ്. ഉപദേശത്തിൽ പിടിച്ചു നിൽക്കുന്നിടത്ത് അവിടുന്ന് ആളുകൾ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇടയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 4:16 നാം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാളത്തോറും പുതുക്കം പ്രാപിക്കും. അപ്പോൾ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എന്നാൽ അകമേയുള്ള മനുഷ്യൻ നാളത്തോറും പുതുക്കം പ്രാപിക്കും. അപ്പോൾ നാം ഇങ്ങനെയുള്ളതായിരിക്കണം. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകമേലുള്ള മനുഷ്യൻ നാൾത്തോറും അല്ലെങ്കിൽ നാളുകൾക്ക് നാൾ പുതുക്കം പ്രാപിക്കേണ്ടി ഇരിക്കുന്നു. എന്നാൽ കർത്താവ് പരീക്ഷന്മാരോട് പറയുന്നത് നിങ്ങൾ കിണ്ടികൾ നിങ്ങളുടെ പുറം വെടിപ്പാകുന്നു, നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. അപ്പം പുറം വെടിപ്പാകുന്നതോടൊപ്പം നമ്മുടെ അകവും വെടിപ്പായിരിക്കുന്നു. വായിൽ നിന്ന് പുറപ്പെടുന്നത്തെ ഹൃദയത്തിൽ നിന്ന് വരുന്നു. അപ്പൊ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അപ്പം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് ഹൃദയത്തിലുള്ളതാണ്. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്. അപ്പം അത് നല്ലതല്ലെങ്കിൽ നമ്മളെ അശുദ്ധമാക്കും. ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു, മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു, അത് നോക്കി വരിക്കുന്നു, എന്നാൽ യഹോവ ഹൃദയത്തെ നോക്കുന്നു. Man looks on the outer appearance, but Lord looks on the heart. ഏലിയാവിനെ കൊണ്ടുവന്നപ്പോഴാണ് ഈ വചനം ദൈവവചനത്തിൽ പ്രസ്താവിക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദിന്റെ ഹൃദയം വിശുദ്ധമായിരുന്നോ അല്ലെങ്കിൽ എങ്ങനെയുള്ളതായിരുന്നു നമ്മൾ പിന്നീട് ദാവീദിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ് നമുക്ക് വചനത്തിലൂടെ ദാവീദ് എങ്ങനെയുള്ള അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹൃദയശുദ്ധിക്കൊപ്പവും ഔട്ട്വേർഡ് അപ്പിയറൻസ് ആൻഡ് ഇൻവേർഡ് അപ്പിയറൻസ് എല്ലാം ശുദ്ധമായിരിക്കണം. അപ്പോഴേ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വിശ്വാസി അല്ലെങ്കിൽ വിശുദ്ധൻ എന്നുള്ള ഒരു പദവിയിലേക്ക് നമുക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കിടപ്പും നടപ്പും എല്ലാം ശോധന ചെയ്യുന്ന ഒരു ദൈവത്തോടൊപ്പം തന്നെ നമ്മുടെ കിടപ്പും നടപ്പും എല്ലാം ശോധന ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റിനും വസിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നാം മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ കിടപ്പും നടപ്പും എല്ലാം ശോധന ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെയും പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് അറിയിക്കുന്ന ഒരു ജനക്കൂട്ടമാണ് നമ്മുടെ സമീപത്തും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളതെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ ലക്ഷ്യവും മാർഗവും നന്നായിരിക്കണം. ചിലര് പറയും മാർഗം നന്നായ മതി എന്ന് പറയും, ചിലർ പറയും ലക്ഷ്യം നന്നായ മതി. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ലക്ഷ്യവും മാർഗവും ഒരുപോലെ ആയിരിക്കണം, നന്നായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു വിജയലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്.
വെളിപ്പാട് ദിവസത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതോഷ്ണവാനുമായിരുന്നെങ്കിൽ ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാണ് നിന്റെ വായിൽ നിന്ന്. വിശ്വാസ സമൂഹം നേരിടാൻ പോകുന്ന ഒരു വലിയ വിഷയമാണ് ശീതോഷ്ണവാനോ ശീതവാനോ ഉഷ്ണവാനോ ആകുന്നു എന്നുള്ളത്. നമ്മുടെ ന്യൂ ജനറേഷൻ അവർ ഈ വിഷയത്തെ എങ്ങനെ നേരിടും എന്നുള്ളത് നമുക്ക് പുതിയ തലമുറ ഇവിടെ കാണുമ്പോൾ നമുക്ക് അവർ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത ഒരു അവസ്ഥയിലൂടെ പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവവചനത്തിൽ പറയുന്നു, ഇരു മനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു. ആത്മാവിന്റെ ഐക്യത സമാധാനത്തിൽ കാപ്പാനാണ് നമ്മുടെ ആപ്തവാക്യം. ആപ്തവാക്യം എന്നുള്ളത് ആത്മാവിന്റെ ഐക്യത സമാധാനത്തിൽ കാക്കുക എന്നുള്ളത്. അപ്പോൾ ബിബിസിയായി കടന്നു വരുന്ന നമ്മൾ ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നത് പോലെ അകത്തും പുറത്തും അല്ലെങ്കിൽ ആ ഐക്യത നിലനിർത്തി അല്ലെങ്കിൽ ആ ഐക്യത കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും സാധിക്കണമെന്നുള്ളതാണ് ദൈവത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ മാത്രമേ ദൈവസേനയിൽ നിന്ന് നമുക്ക് വലിയവ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുമനപ്പെട്ട് അല്ലെങ്കിൽ ഒത്തൊരുമയോടെ നാം ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വളരെ ഫലം ലഭിച്ചു അല്ലെങ്കിൽ ലഭിക്കുന്നു എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നാം പ്രാർത്ഥിച്ച പല വിഷയങ്ങളിലും അത്ഭുതകരമായ വിടുതൽ, MBBCയിലൂടെ പ്രാർത്ഥിച്ച വിഷയങ്ങളിലും അത്ഭുതകരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ അത്ഭുതകരമായ വിടുതൽ പ്രാപിച്ചു എന്ന് നമുക്ക് അനുഭവത്തിലൂടെ അറിയുവാൻ സാധിച്ചു അല്ലെങ്കിൽ അനുഭവിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നാം വന്നു പോകരുത്. വിശ്വാസികൾ നേരിടുന്ന വിഷയങ്ങളിലേക്ക് നാം ദിവസങ്ങളിൽ നമ്മുടെ സഭ അല്ലെങ്കിൽ സഭ നേതൃത്വം ഇറങ്ങിച്ചെല്ലേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അപ്പോൾ അവനവന്റെ വിഷയങ്ങൾ ഒതുങ്ങി പോവാതെ മറ്റുള്ളവരുടെ വിഷയം നമ്മുടെ വിഷയമായി ഏറ്റെടുത്ത് ദിവസങ്ങളിൽ MBBCയായും അല്ലാതെയും സഭകളിലൊക്കെ കടന്നു വന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കണം എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. മനുഷ്യന്റെ രക്ഷയ്ക്കായി സ്വന്തം നിലയിൽ നിന്ന് ദൈവത്തിന് താഴേക്ക് ഇറങ്ങണമെങ്കിൽ നാം മറ്റുള്ളവരെ രക്ഷിക്കേണ്ടതിനായി നമ്മുടെ നിലവിട്ട ദിവസങ്ങളിൽ താഴേക്ക് ഇറങ്ങിപ്പോകണം അല്ലെങ്കിൽ ചെന്നാലേ മതിയാവൂ എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ദൈവം ദൈവരൂപത്തിൽ നിന്ന് മനുഷ്യ രൂപത്തിലേക്ക് മാറുവാൻ ഇടയായത്. ദിവസങ്ങളിൽ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദിവസങ്ങളിൽ ഇറങ്ങിപ്പുറപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. ഒന്ന് പത്രോസ് 5:1 നാം കാണുന്നു, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊല്ലും, നിർബന്ധത്താലെ അല്ല, ദൈവത്തിന്റെ ഹിതമാവണം, മനഃപൂർവ്വമായി ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവുകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യും. അപ്പൊ അധ്യക്ഷന്മാർക്കുള്ള ക്വാളിഫിക്കേഷനാണ് നാം ഇവിടെ വായിച്ചത്. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളും, ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്ന താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഇപ്പോൾ താഴ്മയുള്ളവർക്കാണ് കൃപ നൽകുന്നതെന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പൊ കൃപാവരങ്ങൾ അല്ലെങ്കിൽ സഭ ശുശ്രൂഷ അല്ലെങ്കിൽ കൃപാവര ശുശ്രൂഷ സഭയ്ക്കുള്ളിൽ നടക്കുന്നില്ല എങ്കിൽ അതിന് കാരണം നമ്മുടെ താഴ്ചയില്ലായ്മയാണ്. ഈ ദിവസങ്ങളിൽ നാം ദൈവസന്നിധിയിൽ താഴ്ന്ന് ദിവസങ്ങളിൽ കൃപാവരങ്ങളെ പ്രാപിച്ച് ദിവസങ്ങളിൽ സഭയിൽ ശക്തി പ്രാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സഭയ്ക്കുള്ളിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വചനം ഉണ്ടാകണം, രോഗശാന്തി ഉണ്ടാകണം, വീരപ്രവർത്തികൾ അല്ലെങ്കിൽ പ്രവചനം
ആത്മാക്കളുടെ വിവേചനം, ഭാഷകളുടെ വ്യാഖ്യാനം വിവേചനം ഉണ്ടാകണം. അപ്പൊ ഇതൊക്കെ പൊതു പ്രയോജനത്തിനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ പൊതു പ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന ഈ കൃപാവരങ്ങൾ ദിവസങ്ങളിൽ സഭകളിൽ നിന്നൊക്കെ അന്യപ്പെട്ടു പോകുന്നു. അപ്പൊ ഈ ദിവസങ്ങളിൽ നാം ഇതിലേക്ക് മടങ്ങി വന്ന് കൃപാവര ശുശ്രൂഷകൾ പ്രാപിപ്പാൻ, അല്ലെങ്കിൽ കൃപാവര ശുശ്രൂഷകളെ ഓരോ സഭയിലും നടക്കുവാൻ തക്കോണം നാം ദൈവസന്നിധിയിൽ താണ് പ്രാർത്ഥിക്കേണ്ടത് അതിന്റെ ആവശ്യമാണ്. ദൈവസഭ എന്ന് പറയുന്നത് ആകർഷിക്കപ്പെടണം. മറ്റുള്ളവർ സഭയിലേക്ക് കടന്നു വരാൻ അതിന് ഒരു ആകർഷണം ഉണ്ടാകണം. മറ്റുള്ളവർക്ക് ഒരു ആകർഷണം ഉണ്ടാകണം. ദൈവ ആലയത്തിലേക്ക് ചെല്ലുവാൻ അവരെന്നോട് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നേരെ മറിച്ചാണ്. ദൈവ ആലയത്തിലേക്ക് ചെല്ലുവാൻ അവർ പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ല പലപ്പോഴും ഉണ്ടാകുന്നത്. അതിന്റെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. അപ്പോൾ സന്തോഷം ഉണ്ടാകണം, ആകർഷണം ഉണ്ടാകണം. പിന്നെ സഭയ്ക്കുള്ളിൽ ശക്തി ഉണ്ടാകും, ദൈവശക്തി വെളിപ്പെടും. അപ്പോൾ മാത്രമേ ഈ ആകർഷണം അല്ലെങ്കിൽ ഈ സഭയ്ക്കകത്തേക്ക് ആളുകൾ കടന്നു വരികയുള്ളൂ എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നാം നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി ദിവസങ്ങളിൽ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനമുള്ള യാഗമായി അവസാനമുള്ള രക്തം നമുക്ക് വേണ്ടി യാഗമായിട്ടുള്ള കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് അടുത്തിയ ദിവസങ്ങളിൽ മാനവ രാശിയുടെ രക്ഷയ്ക്കായി കാൽവരി ക്രൂശിൽ അവസാനമുള്ള രക്തം നിന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ഇറങ്ങിപ്പുറപ്പെടേണ്ടത് ആവശ്യമാണ്. ഈ വാചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു.